ഹായ് ഗെയ്സ്, വെൽക്കം ടു വീല്. ഇറാനും ഇസ്രയേലിനുമിടയിൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നങ്ങളിൽ നമ്മൾ പലപ്പോഴും പക്ഷം ചേരാറുണ്ട്. രാഷ്ട്രീയപരമായി മതപരമായുമുള്ള കാര്യങ്ങൾ മുൻനിർത്തി നമ്മളിൽ ചിലർ ഇസ്രയേലിൻ്റെ പക്ഷം ചേരുന്ന സമയം നമ്മളിൽ മറ്റു ചിലർ ചേരുന്നതാകട്ടെ ഇറാൻ്റെ പക്ഷത്തും. അപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന് ഈ രണ്ട് രാജ്യങ്ങളും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഈ രണ്ട് രാജ്യങ്ങളും നമ്മുടെ ശത്രുക്കളുമല്ല. ആയതിനാൽ തന്നെ ഇവർക്കിടയിൽ നടക്കുന്ന ഏതൊരു പ്രശ്നവും പരോക്ഷമായാണെങ്കിലും നമ്മുടെ രാജ്യത്തെ അത് കാര്യമായി തന്നെ ബാധിക്കും. നമ്മളിൽ പലർക്കും ഇസ്രയേൽ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സുഹൃത്തായി മാറിയത് എന്നുള്ളതിൻ്റെ ചരിത്രം അറിയാമെങ്കിലും ഇറാൻ ഇന്ത്യക്ക് എത്ര വലുതാണ് എന്നുള്ളതിൻ്റെ ധാരണ ഇല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. മധ്യ ഏഷ്യയിൽ പൂർണ്ണമായും കരയാൽ ചുറ്റപ്പെട്ട രാജ്യങ്ങളിലേക്ക് പാകിസ്ഥാനെ ആശ്രയിക്കാതെ എത്തിച്ചേരുവാനായി ഇന്ത്യയെ സഹായിക്കുന്നത് ഇറാനാണ്. ചബഹാർ തുറമുഖം വഴിയും ഇറാനിൽ നിർമ്മിച്ചിട്ടുള്ള അനേക ഹൈവേ വഴിയും INSTC കോറിഡോർ വഴിയും മാത്രം ഇന്ത്യ ഒരു വർഷം നടത്തുന്നത് ഏകദേശം 3 മുതൽ 5 ബില്യൺ US$ കുറയാതെയുള്ള വാണിജ്യ ബന്ധങ്ങളാണ്. മാത്രവുമല്ല, അർമേനിയയും അസർബൈജാനും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ ഇന്ത്യയിൽ നിന്നും വലിയ രീതിയിലുള്ള ആയുധങ്ങളാണ് തുർക്കിയും അസർബൈജാനും ചേർന്നുള്ള സഖ്യത്തെ തടയിടുവാനായി അർമേനിയ നമ്മളിൽ നിന്നും മേടിക്കുന്നതും. ഈ ആയുധങ്ങൾ അർമേനിയയിലേക്ക് എത്തുന്നത് ഇറാനിൽ കൂടിയാണ്. മധ്യ ഏഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ തുർക്കിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അധിനിവേശ ശ്രമങ്ങളെ തടയിടുവാനായി ഒരു പരിധിവരെ അർമേനിയനെ സഹായിക്കുന്നതും ഇന്ത്യ നൽകുന്ന ഈ ആയുധങ്ങളാണ്. ആകാശ എയർ ഡിഫൻസ് സിസ്റ്റം മാത്രമായി അർമേനിയയും ഇന്ത്യയും തമ്മിൽ ഒപ്പുവെക്കപ്പെട്ടിട്ടുള്ളത് $720 മില്യൺ കരാറാണ്. ഇതുകൂടാതെ ഡ്രോണുകളും മറ്റനേകം ആയുധങ്ങളും. ഇത് നമുക്ക് സാധ്യമാകുന്നത് ഇറാൻ അവരുടെ ദേശീയപാതയും തുറമുഖങ്ങളും അതിർത്തികളും ഇന്ത്യക്കായി തുറന്നു തന്നതിനാൽ മാത്രമാണ്. അങ്ങനെ പ്രത്യക്ഷമായും പരോക്ഷമായും ഇന്ത്യക്ക് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സുഹൃത്തു കൂടിയാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം. ആയതിനാൽ തന്നെ ഇസ്രയേലും ഇറാനും തമ്മിൽ നടക്കുന്ന ഏതൊരു പ്രശ്നവും പരോക്ഷമായാണെങ്കിലും ഇന്ത്യനെ അത് വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യും. കാരണം മധ്യ ഏഷ്യയിലേക്കും റഷ്യയിലേക്കും യൂറോപ്പിലേക്കുമെല്ലാം ഇന്ത്യയെ കണക്ട് ചെയ്യുന്നതിന് ഇറാൻ വലിയ രീതിയിൽ പങ്കുവഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം.